ഹായ്, ഞാൻ നിമിഷ. എല്ലാവർക്കും രാധേഷ് മ്യൂറലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാരറ്റിനെ എങ്ങനെ വരച്ച് ഔട്ട്ലൈൻ കൊടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഞാനിവിടെ A4 സൈസ് ക്യാൻവാസ് ഷീറ്റിലാണ് വരച്ച് കാണിക്കുന്നത്. ആദ്യം അതിൻ്റെ 4 സൈഡും മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുക. എന്നിട്ട് അതിനകത്താണ് പാരറ്റിനെ വരയ്ക്കുന്നത്. അതിൻ്റെ മിഡിൽ പാർട്ട് കണ്ടിട്ട് അതിനകത്ത് ഇതുപോലെ ഗ്രിഡ് വരച്ചിട്ട് വരയ്ക്കാം. അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് വരയ്ക്കുന്ന ആൾക്കാർക്ക് അതങ്ങനെ വരയ്ക്കാം നമുക്ക്. അപ്പോൾ ഓൾറെഡി നമ്മൾ പാരറ്റ് വരയ്ക്കാൻ പഠിച്ചതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. മ്യൂറൽ പെയിൻറ്റിങ് വരയ്ക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണിത്. പ്രൈമറി ഡ്രോയിങ്, ലേഖ്യ കർമ്മ എന്ന് പറയും. ആദ്യം നമ്മൾ റഫ് സ്കെച്ച്, പെൻസിൽ സ്കെച്ച് വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഔട്ട്ലൈൻ കൊടുക്കും. രേഖകർമ്മ എന്ന് പറയും അതിന്. ഇവിടെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കുന്നത് ഇത് രണ്ടുമാണ്. ക്യാൻവാസിൽ നേരിട്ട് വരയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വരയ്ക്കുമ്പോൾ ഒരുപാട് പ്രഷർ ചെയ്ത് വരയ്ക്കരുത്. അപ്പോൾ നല്ലപോലെ വരയ്ക്കാൻ അറിയില്ലെങ്കിൽ ക്യാൻവാസിൽ ഡയറക്റ്റായിട്ട് വരയ്ക്കരുത്. ഒരു പേപ്പറിൽ വരച്ചിട്ട് പിന്നെ ഒരു യെല്ലോ കാർബൺ വെച്ച് സ്കെച്ച് ചെയ്തെടുക്കണം. ഒരുപാട് പ്രഷർ ചെയ്ത് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മായ്ച്ച് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പാരറ്റ് മാത്രമല്ല വരച്ചിരിക്കുന്നത്, ലോട്ടസും മരവും ഒക്കെ വരച്ചിട്ട് ക്യാൻവാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പായ ഔട്ട്ലൈനിങ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഔട്ട്ലൈനിങ് ചെയ്യുന്ന സമയത്ത് യെല്ലോ ഓക്കറും വെർമിലിയൻ ഹ്യൂ ആണ് നമ്മൾ 2 കളറ് മിക്സ് ചെയ്തിട്ടാണ് ഔട്ട്ലൈനിങ് ചെയ്യാൻ പോകുന്നത്. യെല്ലോ ഓക്കർ അധികവും വെർമിലിയൻ ഹ്യൂ കുറച്ച് കളറും വേണ്ടത്. അതിങ്ങനെ എടുക്കുക വെച്ചാൽ ഒരു ഡ്രോപ്പ് യെല്ലോ ഓക്കർ എടുക്കുമ്പം അതിൻ്റെ 10% വെർമിലിയൻ ഹ്യൂ എടുക്കുക. എന്നിട്ട് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 10-20 ഡ്രോപ്സ് വെള്ളം അതിൽ ഒറ്റിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ പെൻസിൽ കൊണ്ട് എവിടെയൊക്കെ വരച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വന്നിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം. ലൈനർ ബ്രഷാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കോട്ടൺ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ മായ്ച്ചെടുക്കുക. അതിനുശേഷം വീണ്ടും അവിടെ അപ്ലൈ ചെയ്യുക. ഉണങ്ങിയ ശേഷം കറക്ഷൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മിസ്റ്റേക്ക് കണ്ട അപ്പം തന്നെ കറക്ഷൻ ചെയ്യണം. എങ്ങനെയാണ് ഔട്ട്ലൈൻ ചെയ്യാമെന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതുപോലെ നമ്മൾ വരച്ച എല്ലാ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ മുകളിൽ കൂടെയും ഇതുപോലെ ഔട്ട്ലൈൻ കൊടുക്കണം. നല്ല പോലെ ഉണങ്ങിയ ശേഷം അത് മുഴുവനും എറേസ് ചെയ്ത് കളയണം, ആ പെൻസിൽ മാർക്ക്. അപ്പോൾ നമ്മുടെ ക്യാൻവാസ് ക്ലിയർ ആയിട്ട് കിട്ടും.
ഏതാണ്ട് ഔട്ട്ലൈനിങ് കഴിയാറായി. അതുപോലെ എല്ലാവരും ചിത്രമൊക്കെ വരച്ച് ഔട്ട്ലൈനിങ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.